നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 16. അങ്ങനെ നമ്മൾ ഈ കലണ്ടർ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി പോവുകയാണ്. മാത്രമല്ല ബുധനാഴ്ചയോടുകൂടി നിഫ്റ്റിയുടെയും വെള്ളിയാഴ്ചയോടുകൂടി സെൻസെക്സിന്റെയും മന്ത്ലി കോൺട്രാക്ട്സിലേക്കും എൻ്റർ ആവുകയും ചെയ്യും. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വരുന്ന ആഴ്ചയിൽ പ്രധാനമായും 6 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. അതിനു മുൻപേ വേഗത്തിൽ കഴിഞ്ഞ ആഴ്ചയിലെ ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രകടനത്തെക്കുറിച്ച് വേഗത്തിൽ ഓടിച്ചു നോക്കിയിട്ട് വരാം. സെൻസെക്സിന് 500 പോയിന്റുകളുടെയും നിഫ്റ്റിക്ക് 205 പോയിന്റുകളുടെയും ഇടിവാണ് വീക്ക്ലി ബേസിസിൽ കഴിഞ്ഞ ആഴ്ചയിൽ നേരിടേണ്ടി വന്നത്. തൽഫലമായി നിഫ്റ്റിക്കും സെൻസെക്സിനും അവയുടെ വീക്ക്ലി ബേസിസിലുള്ള ഇടിവ് തുടർച്ചയായി 3 ആഴ്ചകളായിട്ട് തുടരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിക്കും കൂടാതെ ബോർഡർ മാർക്കറ്റ്സുകൾക്കും അവയുടെ ഇടിവ് തുടരേണ്ടതായിട്ടും വന്നു വീക്കിലി ബേസിസിൽ തന്നെ. ബോർഡർ മാർക്കറ്റ്സുകൾക്ക് ബെഞ്ച് മാർക്ക് ഇൻഡിസസുകളെ വെച്ച് നോക്കുമ്പോൾ സാരമായ പരിക്ക് കഴിഞ്ഞ ആഴ്ച ഏൽക്കുകയും ചെയ്തു. അതേസമയം ഇന്ത്യ വിക്സില് ഏകദേശം 8% ഇടിവ് വീക്കിലി ബേസിസിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ശനിയാഴ്ച വെളുപ്പിനെ 2:30 ട്രേഡിംഗ് അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും പോയിന്റുകളൊന്നും തന്നെ ചോർന്നു പോയിട്ടില്ല. ഫ്ലാറ്റ് ആയിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും ഗിഫ്റ്റ് നിഫ്റ്റിക്കായി. എങ്കിലും വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ മാറിമറിയുന്ന കാഴ്ചകളും കാണുവാനായിട്ട് സാധിച്ചു. വ്യാഴാഴ്ച രാത്രി മുതൽ എണ്ണയുടെ വിലയിൽ കാര്യമായ ഉയർച്ച അനുഭവപ്പെട്ടിരുന്നില്ല. അത് വെള്ളിയാഴ്ച തുടരുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിച്ചിരുന്നു. ഏകദേശം $87 ചുറ്റുവട്ടത്തായിരുന്നു ബ്രെന്റ് ക്രൂഡ് പെർ ബാരലിന് ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നതും. എന്നാൽ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ വഷളായതിനെ തുടർന്ന് എണ്ണയുടെ വിലയിൽ വീണ്ടും കുതിപ്പിന് കാരണമായി. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1.25%, അതേസമയം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.42% ഉയർച്ചയോടുകൂടിയിട്ടാണ് ശനിയാഴ്ച വെളുപ്പിന് 2:30 ഗ്ലോബൽ മാർക്കറ്റില് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വില $88.59 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $82.40 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ഏറ്റവും പ്രധാനമായും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. പ്രധാനമായും വീണ്ടും മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങൾ വഷളാകുവാൻ കാരണം വ്യാഴാഴ്ചയോടുകൂടി യുഎസിന്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റെ ഭാഗത്ത് നിന്നും ഇറാനെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ കടുപ്പിക്കുമെന്നുള്ള പ്രസ്താവന വന്നതിനെ തുടർന്ന് അത് വീണ്ടും ഹോർമോസിന്റെ ബ്ലോക്കേഡിന് കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇതിനു പുറമെ ഇറാന്റെ ഭാഗത്ത് നിന്നും ഈ വീക്കെൻഡില് മാർച്ചില് തങ്ങൾക്ക് തങ്ങളുടെ 3 പൈലറ്റുകളെ നഷ്ടമായെന്നും അവർ ഖത്തറിന്റെ കസ്റ്റഡിയിലാണെന്നുള്ള ആരോപണം ഉന്നയിച്ചെങ്കിലും ഖത്തർ ഇറാന്റെ ഈ പ്രസ്താവന തള്ളിക്കൊണ്ട് അങ്ങനെ ഇറാന്റെ 3 പൈലറ്റ്സ് അവരുടെ പക്കലിൽ നിന്നുള്ള സ്ഥിരീകരണം നടത്തിയെങ്കിൽ കൂടിയിട്ടും ഇറാനെ വിശ്വാസത്തിലെടുക്കുവാൻ ഖത്തറിനായിട്ടുമില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടിരുന്നു UAE-യുടെ നാഷണൽ ഓയിൽ ടാങ്കർ ആയിരുന്ന അഡ്നോക് കമ്പനിയുടെ എണ്ണ ടാങ്കറിന് മുകളിൽ ഹൂതികളുടെ ഭാഗത്ത് നിന്നും ആക്രമണം നടത്തിയത്. ഈ വീക്കെൻഡിലും വീണ്ടും UAE-യുടെ നാഷണൽ ഓയിൽ കമ്പനിയായ അഡ്നോക്കിന്റെ ഓയിൽ ടാങ്കറിന് മുകളില് ഹോർമോസ് കടലിടുക്കിൽ വെച്ച് ആക്രമണം നടക്കുകയുണ്ടായി. ഇതിനെതിരെ UAE-യും രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും സൗത്ത് ലെബനോനിൽ നടത്തിയ അറ്റാക്കിനെ തുടർന്ന് 11 പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുമുണ്ട്. ഈ പറഞ്ഞ 3 ഇവന്റുകളുടെയും കാരണത്താൽ തന്നെ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷൻസ് ഹീറ്റപ്പ് ചെയ്യുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇതിനെ തുടർന്നാണ് മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ഗ്ലോബൽ മാർക്കറ്റില് എണ്ണയുടെ വില അതിശക്തമായി തന്നെ ഉയരുവാനും ഇടയാക്കിയത്. ആയതിനാൽ തന്നെ നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേക്കും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം വന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വീണ്ടും എണ്ണയുടെ വില ഹീറ്റപ്പ് ആകുവാനും കാരണമാകുകയും ചെയ്യും. മാത്രമല്ല ഇറാൻ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് അരഗാച്ചിയുടെ ഭാഗത്ത് നിന്നും ഒമാൻ ടോക്സും ഹോർമുസ് കടലിടുക്കിന്റെ റീഓപ്പണിംഗും 2 വിഷയങ്ങളാണെന്നുള്ള പ്രസ്താവനയാണ് ഇന്ന് രാവിലത്തോടുകൂടി വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏതാനും ആഴ്ചകളായിട്ട് ലോകം ഉറ്റുനോക്കിയിരുന്ന ഇറാനും ഒമാനും തമ്മിലുള്ള പുതിയ കപ്പൽ പാത ഹോർമോസിലൂടെയുള്ളതിന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നുള്ള അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഈ ഒരു വാർത്ത എന്തൊക്കെയാണെങ്കിലും ആഗോള വിപണിക്ക് ഒരു ആശ്വാസം തന്നെയാണ്. ഇനി വരുന്ന മണിക്കൂറുകളിൽ പുതിയ പ്രസ്താവനകൾ വരികയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിന് തീർച്ചയായിട്ടും ആശ്വാസമേകുകയും ചെയ്യും. എന്നാൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും കാര്യമായിട്ട് പുറത്തു വന്നിട്ടുമില്ല. ഈ ആഴ്ച ഇന്ത്യയിൽ
രേഖകളിൽ നിന്നും നാളെ തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടി ജൂലൈ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ റിലീസ് നടക്കാനുണ്ട്. ഈ ഒരു പ്രധാനപ്പെട്ട ഇവന്റ് മാത്രമേ ഇന്ത്യയിൽ നിന്നും ഡൊമസ്റ്റിക്കലി ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നതുള്ളൂ. പിന്നീട് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി 28-ാം തീയതി ജൂലൈ മാസത്തിൽ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷന്റെയും ഡാറ്റകളുടെ റിലീസ് ഉണ്ടെങ്കിൽ കൂടിയിട്ടും ആ സമയം കൊണ്ട് നമ്മളുടെ ട്രേഡിംഗ് അവസാനിക്കുന്നതിനാൽ തന്നെ അവയുടെ റിസൾട്ടിന്റെ ഇമ്പാക്ട് പിറ്റത്തെ ആഴ്ചയെ പ്രതിഫലിക്കുകയുമുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും തന്നെ പ്രധാനപ്പെട്ട ഇവന്റുകൾ യുഎസിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ആഴ്ച ആകെ 2 ദിവസം മാത്രമേ യുഎസിൽ നിന്നും ഇവന്റുകളുള്ളൂ. അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം ഇന്ത്യൻ സമയം 6 മണിയോടുകൂടി ജൂലൈ മാസത്തെ ഹൗസിംഗ് സ്റ്റാർട്ട്സ് ബിൽഡിംഗ് പെർമിറ്റ്സ് ഡാറ്റകളുടെ റിലീസ് ഉണ്ടെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഗതിവിധികളെ ഏറ്റവും സാരമായ രീതിയിൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റ് ഓഗസ്റ്റ് 19-ാം തീയതി ഇന്ത്യൻ സമയം രാത്രി 11:30 യുഎസിൽ നിന്നും റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന FOMC മിനിറ്റ്സിന്റെ റിലീസ് തന്നെയാണ്. എങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു യുഎസിലെ ട്രേഡേഴ്സിന്റെ അഭിപ്രായ സർവേയിൽ ഏകദേശം 51% ട്രേഡേഴ്സ് വോട്ട് ചെയ്തത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകൾ ഇല്ലെന്ന് തന്നെയാണ്. അതിലേക്ക് പ്രധാനമായും മാർക്കറ്റിനെയും നിക്ഷേപകരെയും പ്രതീക്ഷ വർദ്ധിപ്പിക്കുവാനിടയാക്കി പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ കഴിഞ്ഞ ദിവസം യുഎസിൽ നിന്നും സർപ്രൈസ് ആയിട്ട് വന്ന യുഎസ് റീറ്റെയിൽ സെയിൽസിലെ ഇടിവ് തന്നെയാണ്. എങ്കിലും മാർക്കറ്റിൽ നേരിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. FOMC മിനിറ്റ്സിന്റെ റിലീസിൽ വരാൻ പോകുന്ന മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള സൂചനകൾ നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അതിനാൽ തന്നെ ഈ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റിനെ പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും മേക്ക് ഓർ ബ്രേക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇവന്റ് ആയതിനാൽ തന്നെ FOMC മിനിറ്റ്സിന്റെ റിലീസും നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. തിങ്കൾ ചൊവ്വ അവസാന ട്രേഡിംഗ് സെഷനായ വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് നടത്തിയപ്പോൾ ബുധൻ വ്യാഴം ട്രേഡിംഗ് സെഷനുകളിൽ സെല്ലിംഗ് നടത്തുകയും ചെയ്തിരുന്നു. എങ്കിലും അവരുടെ ഭാഗത്ത് നിന്നും വീക്ക്ലി ബേസിസിൽ നെറ്റ് ബൈയിങ് തന്നെയാണ് വരികയും ചെയ്തത്. തൽഫലമായി തുടർച്ചയായി അവസാന 3 ആഴ്ചകളായിട്ട് അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിട്ട് തന്നെ തുടരുമ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് സെഷനായ തിങ്കളാഴ്ച സെല്ലിംഗ് നടത്തിയെങ്കിലും പിന്നീട് ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ തുടർച്ചയായിട്ട് 4 ട്രേഡിംഗ് സെഷനുകളിലും ബയേഴ്സ് ആയിട്ട് തന്നെ തുടർന്നു. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിട്ട് തുടരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ ബൈയിങ് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിനും ഗുണം ചെയ്യും. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നുമുള്ള ബൈയിങ്ങിന് സംശയമില്ലെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഏകദേശം 1 മാസത്തിലേറെ കാലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന Q1 ഏർണിംഗ്സിന്റെ പര്യവസാനത്തിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിഞ്ഞ ആഴ്ചയോടുകൂടി 2045 കമ്പനികളുടെ Q1 ഏർണിംഗ്സുകൾ റിലീസ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഭൂരിപക്ഷം സ്റ്റോക്കുകളും അവയുടെ Q1 ഏർണിംഗ്സിന്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞെങ്കിലും ചില സ്മോൾ ക്യാപ് മിഡ് ക്യാപ് മേഖലകളിലുള്ള കമ്പനികളുടെ റിസൾട്ട് കൂടി വരാനുണ്ട്. മാത്രമല്ല NBCC, RVNL, മസ്കോൺ ഡോക്ക്, ഹിറ്റാച്ചി എനർജി, സെൻടെക് തുടങ്ങി 100ഓളം സ്റ്റോക്കുകളുടെ ഡിവിഡന്റിന്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയൊക്കെ റെക്കോർഡ് ഡേറ്റ് ഈ വരാൻ പോകുന്ന ആഴ്ചയിലാണ് വരാൻ വേണ്ടി പോകുന്നതും. ആയതിനാൽ തന്നെ Q1 ഏർണിംഗ്സുകളും കോർപ്പറേറ്റ് ഇവന്റുകളും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. അവ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതകൾ ഇല്ലതാനും. കാരണം സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്കുകൾ ആയതിനാൽ തന്നെ. എങ്കിലും സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് നടക്കുമെന്നുള്ളതിനാൽ അവയുടെ വിശദാംശങ്ങൾ ഓരോ ദിവസത്തെയും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യാം. കൂടാതെ ഒട്ടനവധി മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെയും ഗ്ലോബൽ ഇവന്റുകളും ഇതിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ഇവന്റുകൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷനും ചെയ്യാം. നിലവിൽ ഇന്ത്യ വിക്സും അതിന്റെ 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് നിലകൊള്ളുന്നതും. ഇന്ത്യ വിക്സ് വീണ്ടും ഇടിവ് തുടരുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിന് സ്റ്റേബിൾ ആകുവാൻ സഹായിക്കും. ഇനി അതല്ല ഇന്ത്യ വിക്സ് ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇനി ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,700 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് മുന്നോട്ടൊരു പ്രയാണം നിഫ്റ്റിക്ക് സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിക്ക് ഈ ലെവൽ ഡിഫെൻഡ് ചെയ്യുവാനുമായിരുന്നു.
ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ 23,800, 23,600 എന്ന ഈ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം ഡൗൺ സൈഡിലേക്ക് തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് AMCA അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പോർ വിമാനങ്ങൾക്കായുള്ള എഞ്ചിൻ വികസിപ്പിക്കുന്നതിനായിട്ട് കമ്പനി റോൾസ് റോയ്സുമായിട്ട് സഹകരണം പ്രഖ്യാപിച്ചു. അസൂർ മൾട്ടി പ്രോജക്ട്സ് 28.47 കോടി രൂപയുടെ പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓഗസ്റ്റ് 15 മുതൽ പ്രാബല്യത്തിൽ വരും തരത്തില് കമ്പനിയുടെ ബോർഡിൽ ഡോക്ടർ അൽക്ക മുദ്രിയെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് നിയമിച്ചു. UPL തങ്ങളുടെ ഉപസ്ഥാപനമായ അഡ്വന്റ് ഹോൾഡിംഗ് BV ഹൈടെക് ഈജിപ്ത് USA LLCയുടെ മുഴുവൻ ഓഹരി പങ്കാളിത്തം ഏറ്റെടുക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. ഏകദേശം $110 മില്യൺ ഏറ്റെടുക്കൽ നടത്താൻ ഉദ്ദേശിക്കുന്നതും 2027 ജനുവരി 31 ഏറ്റെടുക്കലിന് നടപടി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. RPG ലൈഫ് സയൻസ് ശ്രീ ദീപക് ശുക്ലയെ RPG ആക്റ്റീവ് ഫാർമയുടെ CEO ആയിട്ട് നിയമിച്ചു. ടാറ്റ സൺസ് അടുത്ത ആഴ്ച നടക്കേണ്ടിയിരുന്ന ആനുവൽ ജനറൽ മീറ്റിംഗ് മാറ്റിവെക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ടാറ്റ സൺസ് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനിയാണെങ്കിൽ കൂടിയിട്ടും കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ മറ്റുള്ള ടാറ്റ സ്റ്റോക്കുകളുടെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ നെറ്റ് ലോസ് കഴിഞ്ഞ വർഷം 1.3 കോടി രൂപയിൽ നിന്നും ഇത്തവണ 11.4 കോടി രൂപയായിട്ട് വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 17% ഉയർച്ചയും റിപ്പോർട്ട് ചെയ്തു. പതഞ്ജലി ഫുഡ്സ് നെറ്റ് പ്രോഫിറ്റില് 86.7%, റവന്യൂവില് 29.3% വർധനവ് രേഖപ്പെടുത്തി. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ് പ്രോഫിറ്റില് 59.8 കോടി രൂപയിൽ നിന്നും 371.8 കോടി രൂപയായിട്ട് വർധനവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലെ 7.4% വർധനവും രേഖപ്പെടുത്തി. NMDC സ്റ്റീൽ നെറ്റ് പ്രോഫിറ്റില് 87.1%, റവന്യൂവിലെ 5.6% ഇടിവ് രേഖപ്പെടുത്തി. കൊച്ചിൻ ഷിപ്പ്യാർഡ് നെറ്റ് പ്രോഫിറ്റില് 19.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 2.3% വർധനവും രേഖപ്പെടുത്തി. വോൾട്ടാസ് നെറ്റ് പ്രോഫിറ്റില് 52.2%, റവന്യൂവില് 18.7% വർധനവ് റിപ്പോർട്ട് ചെയ്തു.